Hi students, നമ്മൾ CUETയുടെ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ അമോർഫസ് സോളിഡ്സ്, അമോർഫസ് മീനിങ് ഇൻ ഗ്രീക്ക്. നിങ്ങൾക്കറിയാം സോളിഡുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്, ക്രിസ്റ്റലൈനും അമോർഫസും. ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഹൈലി ഓർഡേർഡ് ആണ്, അമോർഫസ് ഓർഡർ ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഈ അമോർഫസ് എന്നുള്ള വാക്ക് വന്നത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ദർ ഇസ് നോ ഡെഫിനിറ്റ് ഫോം എന്നാണ് അർത്ഥം. ഒരു പ്രത്യേക ഫോമൊന്നും ഇല്ലാത്ത സോളിഡ്സിനെയാണ് അമോർഫസ് എന്ന് വിളിക്കുക. സോ നോ ഫോം ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സോളിഡ്സ് ഷോ ബോത്ത് ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട്കി ഡിഫക്റ്റ്. ഇതിൽ ഏത് സോളിഡിനാണ് ഫ്രെങ്കലും ഷോർട്ട്കിയും കാണിക്കാൻ പറ്റുക? അത് AgBrനാണ്. അതിൻ്റെ റേഡിയസ് റേഷ്യോ ആ രീതിയിലായതുകൊണ്ടാണ് അവന് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. AgBr ഇസ് എ സോളിഡ് വിച്ച് ഷോസ് ബോത്ത് ദ ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട്കി ഡിഫക്റ്റ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, അടുത്തത്, ദ വാല്യൂസ് ഓഫ് വൺ ഹോഫ് ഫാക്ടർ ഫോർ KCl, MgSO4, K2SO4 റെസ്പെക്റ്റീവ്ലി ആർ. എന്താണ് വാൻ ഹോഫ് ഫാക്ടർ? ഡിസോസിയേഷന് ശേഷം അതുണ്ടാക്കുന്ന അയോണുകളുടെ എണ്ണമാണ് K+ഉം Cl-ഉം. അപ്പോൾ ഇവരെത്ര അയോണുകൾ ഉണ്ടാക്കി? 2. സോ I ഈസ് ഈക്വൽ ടു 2. അടുത്തത് MgSO4. MgSO4ൻ്റെ വാൻ ഹോഫ് ഫാക്ടർ വരാം. MgSO4 ഡിസോസിയേറ്റ് ചെയ്താൽ Mg2+ഉം SO4 2-ഉം. അപ്പോൾ ഇവിടെയും എത്ര വരും? I വാല്യൂ ഈസ് ഈക്വൽ ടു 2. അടുത്തത് K2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ ഉണ്ടാവുക? 2K+ഉം SO4 2-ഉം. അങ്ങനെയാണെങ്കിൽ ഇത് 2, ഇത് 1, ടോട്ടൽ 3. സോ ദ ആൻസർ മസ്റ്റ് ബി 2, 2 and 3. ആൻസർ C. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈനറി സൊല്യൂഷൻ. നിങ്ങൾക്കറിയാം സൊല്യൂഷൻ ഈസ് മേഡ് അപ്പ് ഓഫ് 2 കോമ്പണൻറ്റ്, സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. ബൈനറി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും വെച്ചിട്ടുള്ള സൊല്യൂഷനാണ്. എക്ക് പറ്റിയ മാച്ച് 4 ആണ്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോട്ടോണിക് സൊല്യൂഷൻ ഈസ് ദ സൊല്യൂഷൻ വിച്ച് ഹാസ് സെയിം ഓസ്മോട്ടിക് പ്രഷർ. യു നോ ദാറ്റ് pi1 ഈസ് ഈക്വൽ ടു pi2. pi1 ഉം pi2 ഈക്വൽ ആവണമെങ്കിൽ C1RT1 മസ്റ്റ് ബി ഈക്വൽ ടു C2RT2. 6 ക്യാൻസൽ ആയാൽ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും സെയിം ആവണം. So solution having same osmotic pressure at a given temperature as that of a given solution, that is B corresponds to 2. C, hypotonic. Hypotonic എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ്റെ അളവ് എന്തായിരിക്കണം? ഹൈപ്പോ ആണ്. സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഹൈപ്പോട്ടോണിക്കിന് എന്ത് കുറവാണ്? ഓസ്മോട്ടിക് പ്രഷർ കുറവായിരിക്കും. എ സൊല്യൂഷൻ ഹൂസ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ലെസ് ദാൻ ദ ഫസ്റ്റ് വൺ. ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സോ എക്ക് പറ്റിയത് 4, ബിക്ക് പറ്റിയത് 2, ഡിക്ക് പറ്റിയത് 1, സിക്ക് പറ്റിയത് 1, ഡിക്ക് പറ്റിയത് 3. ഓപ്ഷൻ എ. അടുത്ത, ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് 4 liquids A, B, C and D are 170 degrees Celsius, 100 degrees Celsius, 200 degrees Celsius and 30 degrees Celsius respectively. The correct increasing order of their vapor pressure is. നിങ്ങൾ ഓർത്തു വയ്ക്കുക, എന്താണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് is the temperature at which a vapor pressure equals with the atmospheric pressure. നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടും, എന്നിട്ട് അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ വേപ്പർ പ്രഷർ ഓൾറെഡി കൂടുതലാണെങ്കിൽ ഈ വേപ്പർ പ്രഷർ VP1 ആണെന്ന് വിചാരിച്ചോ, ഇത് VP2 ആണെന്ന് വിചാരിച്ചോ, ഏതിലായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ വേണ്ടി വരാം ബോയിലിംഗ് പോയിന്റിന്? VP1 അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആവാൻ ഇത്രയും കൂടണം. പക്ഷേ ഇതിന് ഇത്രയും കൂടിയാൽ മതി. ഇത്രയും കൂടണമെങ്കിൽ കുറേയധികം ടെമ്പറേച്ചർ കൊടുക്കണം. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അറ്റ്മോസ്ഫിയറിക് പ്രഷറും വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും എടുക്കുമ്പോൾ വേപ്പർ പ്രഷർ ഏറ്റവും കുറഞ്ഞ ആൾക്കായിരിക്കും കൂടിയ ബോയിലിംഗ് പോയിന്റ്. വേപ്പർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ആർക്കാണോ ഏറ്റവും കൂടുതൽ അതിന് ഏറ്റവും കുറവ് വേപ്പർ പ്രഷർ. സിക്ക് 200 ഡിഗ്രി സെൽഷ്യസ് അതിന് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ പിന്നെ 170 ഡിഗ്രി സെൽഷ്യസ് എ, പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് ബി. അപ്പോൾ CAB, പിന്നെ ഡിക്കായിരിക്കും ഏറ്റവും കൂടുതൽ. CABD ഓപ്ഷൻ. അടുത്തത്, ദ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 1 mole ഓഫ് കോപ്പർ ഫ്രം കോപ്പർ CO അല്ലേ? കോപ്പർ 2+ അല്ലേ ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? അത് കോപ്പറായി മാറണമെങ്കിൽ 2 ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ അല്ലേ?
2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു 2 മോൾ ഓഫ് ഇലക്ട്രോൺ. 2 മോൾ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വലൻ ടു 2 ഫാരഡ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇത് പവർ ഓഫ് എ സി സോഴ്സ് എന്നാണ്. കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണ്? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം ലാംഡ എം ഇസ് ഈക്വൽ ടു അല്ല, നമുക്ക് കണ്ടക്ടിവിറ്റി നിങ്ങൾക്കറിയാം. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു ജി. ജി ഈസ് ഈക്വൽ ടു എന്താ? 1/r അല്ലേ? 1 റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് പറഞ്ഞാൽ റോ എൽ ബൈ എ ആണ്. അതുകൊണ്ട് തന്നെ 1/ρ a/l. a/l is a constant, that is cell constant. This is k is equal to g star. G star is the cell constant. ഇത് കോൺസ്റ്റൻ്റാണ്. ജി എന്ന് പറയുന്നത് 1 സിഗ്മയാണ്, കണ്ടക്ടിവിറ്റിയാണ്. കണ്ടക്ടിവിറ്റിയെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റും ഉണ്ടാവും, നാച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റും ഉണ്ടാവും. ബി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദ ഓർഡർ ഓഫ് റിയാക്ഷൻ? നിങ്ങൾക്കറിയാം ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അത് 0 ആവാം, ഫ്രാക്ഷണൽ ആവാം, ഈവൻ നെഗറ്റീവ് ആവാം. എലമെൻ്ററി ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ഇത് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ദ സം ഓഫ് സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ് ഓഫ് റിയാക്റ്റൻസ് ആണോ? അല്ല, ഇത് എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. എല്ലായ്പ്പോഴും ഇത് സ്റ്റോഷിയോമെട്രിക് കോഷ്യൻ്റ് ഓഫ് റിയാക്റ്റൻസിൻ്റെ സമ്മിനോട് ഈക്വൽ അല്ല. അപ്പോൾ ഓപ്ഷൻ ഡി. Given below are 2 statements. Possibility of molecularity being 3 is very rare. നമ്മൾ NCERT തന്നെ പറയുന്നുണ്ട് ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ് വളരെ റെയർ ആണ്. പ്രോബബിലിറ്റി ഓഫ് മോർ ദാൻ 3 മോളിക്യൂൾസ് കൊളൈഡിങ് സൈമൾട്ടേനിയസ്ലി ഈസ് വെരി സ്മോൾ. അതായത് 3 മോളിക്യൂൾ ഒരുമിച്ച് കൂട്ടിയിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യങ്ങളാണ്. കാരണം 3 മോളിക്യൂൾ ഒരുമിച്ച് കൂട്ടിയിടിക്കാൻ വരുമ്പോൾ ആ മോളിക്യൂൾസ് തമ്മിൽ സ്റ്റെറിക് റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ആൻഡ് എമൽഷൻ കനോട്ട് ബി ബ്രോക്കൺ ബൈ. നമുക്ക് ഈ എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോയിഡാണ്. ഏത് കൊളോയിഡാന്ന് വെച്ചാൽ ലിക്വിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡാണ്. ഈ ലിക്വിഡ് ഇൻ ലിക്വിഡ് കൊളോയിഡ്സ് തെർമലി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അതിനെ നമുക്ക് ആ സ്റ്റേറ്റിനെ സ്റ്റെബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഫ്രീസിങ്, ഹീറ്റിംഗ്, സെൻട്രിഫ്യൂജിങ്. സെൻട്രിഫ്യൂജിങ് എന്ന് പറഞ്ഞാൽ കറക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമൽഷൻസ് എന്താവും? 2 സെപ്പറേറ്റഡ് ആയിരിക്കും. ഇങ്ങനെ 2 സെപ്പറേറ്റ് ചെയ്യാനുള്ള വഴിയാണ് എന്ത്? ഫ്രീസിങ്, ഹീറ്റിംഗ്, സെൻട്രിഫ്യൂജിങ്. ഓക്കെ, പക്ഷേ എമൽസിഫയിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യുന്നത് എമൽഷന് സ്റ്റെബിലിറ്റി കിട്ടാനാണ്. അതുകൊണ്ട് അത് ബ്രോക്കൺ ആവില്ല, മോർ സ്റ്റെബിലൈസ്ഡ് ആവാ ചെയ്യുക. സോ ഏതാ? ഡി. Extent of hydrogen gas is adsorbed on charcoal is very low because of adsorption because of ഇതിൻ്റെ ഓപ്ഷൻ ഇതല്ല കേട്ടോ, മാറിക്കിടക്കാണ്. വെരി വീക്ക് വാണ്ടർവാൾസ് ഇൻറ്ററാക്ഷൻ ആണ്. വെരി വീക്ക് വാണ്ടർവാൾസ് ഇൻറ്ററാക്ഷൻ ആണ് കറക്റ്റ്. ഇതിൽ വേറെ ഏതൊക്കെ ഓപ്ഷൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. വീക്ക് വാണ്ടർവാൾ ഫോഴ്സ് ആണ്. ഫിസിക്സ് ഓപ്ഷൻ ആണ്. ഫിസിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ഫോഴ്സുകൾ വെച്ച് അഡ്സോർബ് ചെയ്യുകയാണ്. അപ്പോൾ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ ആണ് അതിൽ, അത് വീക്കാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ലീവ് ചെയ്ത് പോകാനും സാധ്യത ഉള്ളത്. The main reaction occur in blast furnace during the extraction of iron from hematite. ഹെമറ്റൈറ്റിൽ നിന്ന് അയണെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രോസസ്സിൽ ഈ പറയുന്ന റിയാക്ഷനുകളിൽ അധികവും നടക്കുന്നുണ്ട്. ഇതില്ല. ഇതൊക്കെ നടക്കുന്ന റിയാക്ഷനാണ്. ഇത് ആരോ വേണം കേട്ടോ. Fe2O3 കാർബൺ മോണോക്സൈഡിൻ്റെ സ്ഥാനത്ത് ഇത് FeO എന്ന് പറയുന്ന ആൾ സിലിക്കയുമായിട്ട് ചേർന്ന് FeSiO3 നടക്കുന്നില്ല. ഇത് രണ്ടും റിയാക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും ഈ ഹെമറ്റൈറ്റിനെ Fe3O4 ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് അധികവും എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. ഇനി ഈ Fe3O4 ഫർദർ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് അയൺ ആവും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഈ റിയാക്ഷൻ അല്ല, ഇതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഓപ്ഷൻ ബി. Number of sigma and pi bonds in a cyclotrimetaphosphoric acid molecule are respectively are. സൈക്ലോട്രൈമെറ്റാഫോസ്ഫോറിക് ആസിഡ് മോളിക്യൂളിൽ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, NCERTയിലെ ഫിഗർ ഞാൻ വെച്ചു എന്നാണ്. വളരെ എളുപ്പമാണ് ഇത് വരയ്ക്കാൻ. പി വരയ്ക്കുക. HPO3 വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്രയാ? നമ്മൾ 4 വര ഇടുന്നുണ്ട് അല്ലേ?
4 ഭാഗത്തേക്ക് അതിൽ 3 ഭാഗത്തേക്ക് ഓക്സിജനെ കൊടുത്തു. സൈക്ലിക്കാണ്, ഒന്ന് അവിടെ കിടക്കട്ടെ. ഇനി ഒരു ഓക്സിജനാണ് HPO3 3 ടൈംസ് ആണ്. ഓക്സിജനെ കിട്ടാത്ത ഒരാൾക്ക് ഡബിൾ ബോണ്ടോ കൊടുത്തു. ഇത് ഇനി അടുത്ത ആളുമായിട്ട് ലിങ്ക് ചെയ്യും അല്ലേ. അവിടെയും ഇതുപോലെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു OH പിന്നൊരു O. ഇത് അടുത്ത ഫോസ്ഫറസുമായിട്ട് ലിങ്ക് ചെയ്യും. അത് P ഡബിൾ ബോണ്ടോ, ഇങ്ങോട്ടൊരു OH, പിന്നെ അതിനും ഒരു O. ഇവർ കണക്റ്റഡ് ആണ് അല്ലേ. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിൽ എത്ര സിഗ്മ എത്ര പൈ ബോണ്ട് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കുക. ഇത് സിഗ്മ 1 2, ഇവർ തമ്മിലൊരു സിഗ്മ 3 4 5 6 7 8 9 10 11 12 13 14 15 15 സിഗ്മ ഉണ്ടാവും. എത്ര പൈ? 1 2 3 പൈ. സോ 15 സിഗ്മ ആൻഡ് 3 പൈ. ഓപ്ഷൻ ബി. മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. XeO3യുടെ ഹൈബ്രിഡൈസേഷൻ ഏതാണെന്നറിയോ? 1/2 ഇൻറ്റു വാലൻസ് ഇലക്ട്രോൺ സെൻട്രൽ ആറ്റം സിനോൺ 8 പ്ലസ് മോണോവാലൻ്റ് ആറ്റമാണ്, അതില്ല. കാറ്റയോണും ആനയോണും ഇല്ല 4. അപ്പോൾ sp3 ആണ്. ഞാൻ സിനോൺ വരച്ചു, 4 ബോണ്ടുകൾ മാർക്ക് ചെയ്തെങ്കിലും 3 ഓക്സിജനെ കൊടുത്താൽ മതി. ഓക്സിജനൊക്കെ ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇത് ലോൺ പെയർ പിരമിഡൽ അല്ലേ. അപ്പോൾ എക്ക് പറ്റിയ മാച്ച് ചെയ്താൽ 3. ഇതേപോലെ XeF4 ചെയ്ത് നോക്കി, എത്ര കിട്ടും? 1/2 ഇൻറ്റു 8 + 4 12/2 6. 6 ആണെങ്കിൽ ഏതാ ഹൈബ്രിഡൈസേഷൻ? sp3d2. അപ്പോൾ സിനോൺ വരയ്ക്കുക. ഒക്ടാഹെഡ്രൽ മാനറിൽ വരയ്ക്കണമെങ്കിലും 4 എണ്ണം ഇവിടെ വരും, ബാക്കി 2 എണ്ണം ലോൺ പെയറാണ്. അപ്പോൾ സ്ക്വയർ പ്ലനാർ. അപ്പോൾ ബിക്ക് പറ്റിയ മാച്ച് 2. XeOF4 എന്ന് പറയുമ്പോൾ എന്താ? 1/2 ഇൻറ്റു 8 + 4 12/2 6. 6 ആണെങ്കിൽ ഏതാ? സിനോൺ വരയ്ക്കുക. ഒക്ടാഹെഡ്രൽ മാനറിൽ 4 എണ്ണം വരയ്ക്കുക. 4 ഫ്ലൂറിനെ കൊടുക്കുക. ഒരു ഭാഗത്ത് എന്തിനെ കൊടുക്കുക? ഓക്സിജന്. സ്ക്വയർ പിരമിഡൽ അല്ലേ. അപ്പോൾ സിക്ക് പറ്റിയത് 4. XeF2 ലീനിയർ. അപ്പോൾ A 3 ആണ്, B 2 ആണ്, C 4 ആണ്, D 1 ആണ്. ഓപ്ഷൻ D ആണ് അല്ലേ. ഫോസ്ഫീനിക് ആസിഡ് H3PO2ൻ്റെ പേരാണ് ഫോസ്ഫീനിക് ആസിഡ്. ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഈ കൂട്ടത്തിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏത്? PCl5 ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എല്ലാ ബോണ്ടുകളും ഈക്വൽ ആണ്. അല്ല, PCl5ൻ്റെ കേസ് എടുക്കുമ്പോൾ 3 ബോണ്ടുകൾ ഇങ്ങനെ വെക്കെങ്കിലും ആക്സിയൽ ബോണ്ടിന് ഒരല്പം ലെങ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ ദ 3 NO ബോണ്ട്സ് ഇൻ HNO3 ആർ ഈക്വൽ. അല്ല, HNO3യിലെ ബോണ്ടുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം HNO3 എന്ന് പറയുന്ന ആളിൽ sp2 ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന്. 3 ഓക്സിജനെ കൊടുത്തു. ഇവിടെ OH വന്നു, ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ O അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒന്ന് കോർഡിനേറ്റ് ബോണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു ബോണ്ടുകൾ എടുക്കുന്ന നോക്കുവാണെങ്കിൽ ഇവിടെ ഈ ബോണ്ടിൻ്റെ ലെങ്ത് അല്ല ഡബിൾ ബോണ്ടിന്. അപ്പോൾ എല്ലാ NO ബോണ്ടുകളും ഈക്വൽ ആണോ? അല്ല, അതിലൊരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. ഇൻ പെറോക്സോ സൾഫ്യൂരിക് ആസിഡ് അല്ലേ, H2SO5 കാരോസ് ആസിഡ് എന്നൊക്കെ വിളിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ കേസ് എടുക്കുമ്പോൾ S O O O O. ഇനി ഇവിടെ ഒരു ഓയും കൂടി കൊടുക്കുക, ഇവിടെ H അല്ലേ. ഇവിടെ ഡബിൾ ബോണ്ടോ സോറി, ഇവിടെ OH സോറി അല്ലേ, H2SO5. ഇതിൽ ഇത് -2, ഇത് -1 -2 -1. അപ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ വരിക? +6 വരിക. അത് കറക്റ്റ് അല്ലേ? ഇതിന് ആസിഡിനെ വിളിക്കുന്ന പേരെന്താ? കാരോസ് ആസിഡ്. ഇനി ചേഞ്ച് ഇൻ എൻതാൽപ്പി SO2 O2ൻ്റെ പ്രസൻസിൽ SO3 ആകുന്ന പ്രോസസ്സിൽ ΔH നെഗറ്റീവാണ്. അത് തെറ്റാണ്. ഇവിടെ പോസിറ്റീവ് എന്നാണ് കൊടുത്തത്. ഇൻ എ ഗിവൺ റിയാക്ഷൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാഗ്നീസ് ആർ. മാഗ്നീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. MnO4 2- എത്രയാണ്? ഇതിന് X കൊടുക്കുക, ഇത് -2 കൊടുക്കുക. X - 8 = -2, X = +6. MnO4 മൈനസ് ചെയ്യുകയാണെങ്കിൽ +7, MnO2 ചെയ്യുകയാണെങ്കിൽ +4. സോ +4
+7 +4 +7 +6. Option C. Which of the following element does not belong to actinide series? Actinide series സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ടിനം കഴിഞ്ഞ് വരുന്ന തോറിയം, ആക്ടിനം 89 ആണ്. അത് കഴിഞ്ഞ തോറിയം 90 തൊട്ട് ലൊറീൻഷ്യം 103 വരെയാണ്. ഇതിൽ TM എന്ന് പറയുന്ന എലമെൻറ്റ് കിടക്കുന്നത് എത്രയാണ്? 69 ആണ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ആക്ടിനോയിഡ് സീരീസ്. ഓക്കെ, ഇതിൻ്റെ IUPAC നെയിമാണ് ചോദിച്ചത്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ് എന്താ വെച്ചാൽ അമോണിയ ന്യൂട്രലാണ്, ക്ലോറിൻ -1 ആണ്, NO2 ആണ്. അപ്പോൾ ഇത് രണ്ടും -1 സോ പ്ലാറ്റിനം വിൽ ബി +2. അപ്പോൾ തന്നെ ഉത്തരമായി ഇതൊന്നും അല്ല, പ്ലാറ്റിനം 2 ആണ്. ഇനി പേരാലോചിച്ച് നോക്കുക, ഡൈ അമൈൻ. ക്ലോറിഡോ ഒരു ക്ലോറിൻ, നൈട്രേറ്റോ അല്ല, NO2 മൈനസിനെ വിളിക്കുന്ന പേര് നൈട്രേറ്റോ, N പ്ലാറ്റിനം 2. അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത CFSC for tetrahedral complex is 8000 cm inverse. CFSC for octahedral complex of the ligand is. നിങ്ങൾക്കറിയാം there is a relation between pairing energy delta T is equal to 4/9 delta O. That is delta T of tetrahedral complex is equal to 4/9 into delta O. That is 8000 is equal to 4/9 into delta O. Therefore delta O CFSC crystal field splitting energy of a octahedral complex is 8000 into 9/4. That is 2000 into 9. That is 18,000 centimeter inverse. Option B. അടുത്ത ഈ രണ്ട് കോംപ്ലക്സുകൾ ഏത് ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ദിസ് SCN ആൻഡ് NCS ആർ ആംബിഡെൻഡന്റ് ലിഗാൻഡ്. ആംബിഡെൻഡന്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ഇതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ അത് എന്തിനാണ് അറൈസ് ചെയ്യുക? ലിങ്കേജ് ഐസോമറിസത്തിന് ലിങ്കേജ് മാറും. അപ്പോൾ അടുത്ത കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഈസ്. ഒരേ ക്രോമിയത്തിൻ്റെ തന്നെ പല ലിഗാൻഡുകളുടെ അറ്റാച്ച്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിൽ ഏതാണ് സ്ട്രോങ് ലിഗാൻഡ് എന്ന് ഇൻക്രീസിങ് സ്പ്ലിറ്റിംഗ് എനർജി എങ്ങനെ നമ്മൾ നോക്കും. ഇൻക്രീസിങ് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറിൽ ഈ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്കറിയാം സയനൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഹൈലി സ്ട്രോങ് ലിഗാൻഡ് ആണ് അല്ലേ? അപ്പോൾ സയനൈഡ് വരുന്ന ആളായിരിക്കും ഏറ്റവും സ്ട്രോങ്. പിന്നെ വരുന്നത് ആരാണ്? അമോണിയ. സയനൈഡ്, അമോണിയ. പിന്നെ ഏറ്റവും കുറവാണ് ക്ലോറിൻ. സോ ഓപ്ഷൻ ഏതായിരിക്കും? സി. സോ ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എന്താ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ദാറ്റ് ഈസ് സ്പെക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ബേസിസിൽ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് The reagent used in the following reaction is. ഇത് ആൽക്കെയിൻ ആണ്. ആൽക്കെയിനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തിരിക്കുകയാണ്. അഥവാ ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തതല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ? നിങ്ങൾക്കറിയാം ഇതിൽ ഹാലജനേഷൻ ആണ് നടന്നിരിക്കുന്നത്, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ലൈറ്റിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ക്ലോറിൻ ബാർ UV ലൈറ്റ്. ഓക്കെ, അടുത്തത് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അയൺ ഹാലജൻ ആഡ് ചെയ്തിരിക്കുന്നു. ഇത് X3 അല്ല, X2 ആണ്. അപ്പോൾ ഈ X2ൻ്റെ പ്രസൻസിൽ ഡാർക്കായ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ നടക്കുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്കറിയാം ഈ CH3 ഗ്രൂപ്പ് ഈസ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് അല്ലേ? ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്ന എഫക്റ്റ് ഉപയോഗിച്ച് ഓർത്തോയിലേക്കും പാരയിലേക്കുമാണ് ഇത് ഡയറക്റ്റ് ചെയ്യുക. ഇതിൽ ഓർത്തോയിലും പാരയിലും ഹാലജൻ കയറും. ഓർത്തോ, പിന്നെ 1 2 3 4 ഓർത്തോ പാര. ദ പ്രൊഡക്റ്റ് വിൽ ബി സി. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് കൈറാൽ. കൈറാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 4 ഭാഗത്ത് വരേണ്ടത് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആവണം. അങ്ങനെ ഒരാൾ ആരാ നോക്കാം നമുക്ക്. അത് ഓപ്ഷൻ ബി എടുത്തേ, 2-bromobutane. 2-bromobutane എന്ന് പറയുമ്പോൾ C. രണ്ടാമത്തേൽ ബ്രോമിൻ വന്നിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജൻ കൊടുക്കാം. ഇത് CH3, ഇത് CH2, CH3. ഇത് നോക്കുക, ഇങ്ങോട്ടൊരു CH3, ഇങ്ങോട്ടൊരു HBr, ഇത് C2H5. ഈ 4 ഗ്രൂപ്പും കൂടി ആകുമ്പോൾ അത് കൈറാൽ. സോ ഓപ്ഷൻ 2-bromobutane. എത്തനോൾ ക്യാൻ ബി ട്രീറ്റഡ് ബൈ എത്തനോൾ
ത്രൂ. ഇത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. ട്രീറ്റ്മെൻറ്റ് വിത്ത് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്, ട്രീറ്റ്മെൻറ്റ് വിത്ത് KMnO4 കാറ്റലിറ്റിക് ഹൈഡ്രജനേഷൻ. അപ്പോൾ പിരിഡിനിയം ക്ലോറോക്രോമേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം എത്തനോളിൻ്റെ ഓക്സിഡേഷനിലാണ്, ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താലാണ് ആൽഡിഹൈഡ് ആക്കാൻ പറ്റുക. പക്ഷേ ആ ഓക്സിഡേഷൻ ഒരു പ്രത്യേകത ഉണ്ട്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഉപയോഗിക്കണം. ഇഫ് യു ആർ യൂസിങ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, വാട്ട് ഹാപ്പൻസ്? ആൽഡിഹൈഡ് പിന്നെയും ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലിക് ആസിഡ് ആവും. സോ ഇവിടെ ആൽക്കഹോൾ എന്നുള്ളത് ആൽഡിഹൈഡായി നിൽക്കണമെങ്കിൽ KMnO4 ഒക്കെ സ്ട്രോങ്ങാ കാർബോക്സിലിക് ആസിഡ് ആക്കും. ഇത് റെഡ്യൂസിങ് ഏജൻ്റാണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. കാറ്റലിറ്റിക് ഹൈഡ്രജനേഷൻ റിഡക്ഷൻ ആണ്. അപ്പോൾ ഓക്സിഡേഷനാണ് നടത്തേണ്ടത്, പക്ഷേ അത് സ്ട്രോങ് അല്ല, മൈൽഡ് ആണ്. അത് പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്, ദാറ്റ് ഈസ് PCC, ഓപ്ഷൻ ബി. അടുത്തത് കോമൺ നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട് ഈസ്. ഈ കോമ്പൗണ്ടിൻ്റെ കോമൺ നെയിം ഇത് NCERT പറയുന്ന സാധനമാണ്. 1 2 3 4 അല്ലെ, നാലാമത് അല്ലെ ആൽഡിഹൈഡ് ഉണ്ട്, ബ്യൂട്രാൽഡിഹൈഡ് ആണ് അല്ലേ. ഇത് ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ, അതിൻ്റെ തൊട്ടടുത്ത് ബീറ്റ, ബീറ്റയിൽ ബ്രോമിൻ ഉണ്ട്, ബീറ്റ ബ്രോമോ ബ്യൂട്രാൽഡിഹൈഡ്. അടുത്ത ഈ റിയാക്ഷൻ വെൽ നോൺ റിയാക്ഷൻ ആണ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് HCl-നെ അൻഹൈഡ്രസ് AlCl3 അല്ലെങ്കിൽ CuCl-ൻ്റെ പ്രസൻസിൽ ബെൻസീനെ ട്രീറ്റ് ചെയ്താൽ ബെൻസാൽഡിഹൈഡ് കിട്ടും. ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് ഗെറ്റർമാൻ കോഷ് റിയാക്ഷൻ. അടുത്തത് ദ റിയാക്ഷൻസ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രിപ്പയർ ഫോളോയിങ് ആൽഡിഹൈഡ്. ഫോളോയിങ് ആൽഡിഹൈഡിനെ ഉണ്ടാക്കണം. അതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിനെ ഒന്നും പറ്റരുത്, ആൽഡിഹൈഡ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇതിലൊക്കെ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടാണ്. പക്ഷേ ഹൈഡ്രജൻ ബാർ പലേഡിയം ആഡ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഹൈഡ്രജൻ ആഡ് ചെയ്യും, ഇത് അമീനായി മാറും. ഇത് ഏതാണ് CN3 എന്ന് കൊടുത്തിട്ടുണ്ട്, എന്തോ മിസ്റ്റേക്കാണ്, അത് നോക്കണ്ട. ഇത് നോക്കുക, ഇതിൽ SnCl2 ബാർ HCl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡബിൾ ബോണ്ടിൻ്റെ ആ ഭാഗവും റിഡക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. സ്റ്റിഫൻസ് റിഡക്ഷനാണ്. അപ്പോൾ ഇവിടെ സൈനൈഡ് ഉപയോഗിച്ചു, ഡൈബാൽ എച്ച് ഉപയോഗിച്ചു അല്ലേ. സൈനൈഡിന് ഉപയോഗിച്ച് SnCl2 ഉപയോഗിച്ചാലേ എന്ത് കിട്ടൂ, ആൽഡിഹൈഡ് കിട്ടൂ. ഇവിടെ സൈനൈഡ് CH3CH ഡബിൾ ബോണ്ട് CN എന്ന് പറയുന്ന ആളെ ഡൈബാൽ എച്ച്, എന്താ ഡൈബാൽ എച്ച്, ഐസോബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുക. അങ്ങനെ റിഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് ഈ ആൽഡിഹൈഡ്, ഓപ്ഷൻ ഡി. NCERT പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് എത്തനാൽ ഈസ് എ വോളട്ടൈൽ ലിക്വിഡ്. എത്തനാൽ വോളട്ടൈൽ ലിക്വിഡ് ആണ്. എത്തനാൽ ആൻഡ് പ്രൊപ്പനോൺ ആർ മിസിബിൾ വിത്ത് വാട്ടർ ഇൻ ഓൾ പ്രൊപ്പോർഷൻസ് അല്ലേ. എത്തനാളും പ്രൊപ്പനോണും വെള്ളത്തിൽ എന്താണ്, മിസിബിളാണ് എല്ലാ പ്രപ്പോർഷനിലും. ശരിയല്ലേ? ശരിയാണ്. എത്തനാൾ, അസറ്റോണും പ്രൊപ്പനോണും മിസിബിളാണ് വെള്ളത്തിൽ എല്ലാ പ്രപ്പോർഷനിലും. അപ്പോൾ ശരിയാണ്, സ്മോൾ ആയിട്ടുള്ള ആൽഡിഹൈഡും കീറ്റോണും വെള്ളത്തിൽ എല്ലാ പ്രപ്പോർഷനിലും മിസിബിൾ ആവും, ഓപ്ഷൻ എ. അടുത്ത വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ദ നൈട്രജൻ സോഴ്സ് ഇൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഗബ്രിയൻ താലിമൈഡ് സിന്തസിസിൽ നൈട്രജൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? നൈട്രജൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം താലിമൈഡിനെയാണ്. എന്താ പൊട്ടാസ്യം താലിമൈഡ്? നമുക്കറിയാം, ഇത് ബെൻസീൻ റിങ്. ഇവിടെ COH വന്ന കാർബോക്സിലിക് ആസിഡ് ആവും. ഇതിനെ CON -K+. ദിസ് ഈസ് പൊട്ടാസ്യം താലിമൈഡ്. Methyl amine react with the nitrous acid. Methyl amine is CH3NH2. React with the nitrous acid HNO2. അങ്ങനെ റിയാക്ട് ചെയ്താൽ അതെന്തുണ്ടാക്കും? മെത്തനോൾ ഉണ്ടാക്കും. കാരണം ഡയസോണൈസേഷനാണ് നടക്കുന്നത്. മീഥൈൽ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. പക്ഷേ ഇത് റിയലി അൺസ്റ്റേബിളാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടറിന് അബ്സോർബ് ചെയ്ത് മെത്തനോളായി മാറും. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയേജൻറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ reduction of nitro compounds into amine? reduction of nitro compounds RNO2-നെ റിഡക്ഷൻ നടത്തി RNH2 ആക്കാനുള്ള 3 മെത്തേഡുകളാണ് ഹൈഡ്രജൻ ബാർ പലേഡിയം, SN ബാർ HCl, Fe ബാർ HCl. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ Fe ബാർ HCl ആണ്. കാരണം Fe ബാർ HCl-ൽ HCl കുറച്ചെടുത്താൽ മതി. കാരണം ഉണ്ടായ FeCl3, ഇത് റിയാക്ട് ചെയ്തുണ്ടാകുന്ന FeCl3 അറ്റ്മോസ്ഫിയറിക് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഫർദർ വീണ്ടും FeOH ത്രൈസും HCl-ഉം തരും. ഈ HCl വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് Fe + HCl ആണ്. ഉപയോഗിക്കാത്തത് FeNaOH. ഓപ്ഷൻ ഏതാ യൂസ് ചെയ്യാൻ പറ്റാത്തത്? ഓപ്ഷൻ ഡി.
ആസോ കപ്ലിംഗ് റിയാക്ഷൻ വിത്ത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വിൽ നോട്ട് ഷോൺ ബൈ. ആസോ കപ്ലിംഗ് റിയാക്ഷൻ കാണിക്കാത്തത് നിങ്ങൾക്കറിയാം, ഫ്രീ ഹൈഡ്രജൻ അഥവാ ആക്റ്റീവ് ഹൈഡ്രജൻ ഉണ്ടാവണം. ഫിനോളിലൊക്കെ അതുണ്ട്. ഫിനോളിൽ നിന്നൊക്കെ ഈ ആക്റ്റീവ് ഹൈഡ്രജൻ റിലീസ് ചെയ്യും. നൈട്രോ ബെൻസീനിൽ നിന്ന് മാത്രം ഉണ്ടാവില്ല. ഓപ്ഷൻ ഡി. In the Gabriel-Thallimide synthesis is used for the preparation of primary amines. Primary amines ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് Gabriel-Thallimide synthesis. Isobutyl amine എന്ന് പറയുമ്പോൾ CH3 this is isobutyl. ഇവിടെയാണ് amine അല്ലേ? This is a primary amine, NH2 അല്ലേ? 2-phenyl ethyl amine. 2-phenyl ethyl amine എന്ന് പറയുമ്പോൾ അത് എന്താണ്? ബ്രാഞ്ച്ഡ് ആണ് അല്ലേ? മീഥൈൽ ബെൻസൈൽ അമീൻ അത് എന്താണ്? N-methyl benzyl amine. അപ്പോൾ ഇത് ഐസോബ്യൂട്ടൈൽ അമീനാണ്. ഐസോബ്യൂട്ടൈൽ അമീൻ അല്ലേ? ഈ ഐസോബ്യൂട്ടൈൽ അമീൻ എന്ന് പറയുന്നത് ഒരു Gabriel-Thallimide സിന്തസിസ് ആണ്. ഇതിൽ ആരൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഐസോബ്യൂട്ടൈൽ അമീൻ ഒരു പ്രൈമറി അമീനാണ്. Gabriel-Thallimide സിന്തസിസിൽ പ്രൈമറി ആയ അലിഫാറ്റിക് അമീൻസിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. N-phenyl ethyl അമീൻ എന്ന് പറയുമ്പോഴും അല്ല 2-phenyl ethyl അമീൻ എന്ന് പറയുമ്പോഴും നമുക്ക് 2-phenyl അല്ലേ? അപ്പോൾ രണ്ടാമത്തേൽ ഫിനൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഈഥൈൽ അമീനാണ് ഇതല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതും പ്രൈമറി തന്നെയാണ്. അലിഫാറ്റിക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇതും ഉണ്ടാക്കാം. ഓക്കെ, ഇത് മീഥൈൽ N-methyl എന്ന് പറയുമ്പോൾ തന്നെ സെക്കൻഡറി ആണ്. സെക്കൻഡറി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അനിലീൻ എന്ന് പറയുമ്പോൾ അരോമാറ്റിക് ആണ്, അതും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എയും ബിയും ഉണ്ടാക്കാൻ പറ്റുക. ഓപ്ഷൻ ആൻസർ എ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസിനെ പറ്റി ഇൻകറക്റ്റ് ഏതാണ്? ആൾഡോ ഹെക്സോസ് ആണ്. നോർമൽ ഹീറ്റിംഗ് HI വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ നോർമൽ ഹെക്സീൻ കിട്ടും. അതിനെ പൈറനോസ് എന്ന് വിളിക്കും. പൈറാൻ റിങ്ങിനോടുള്ള സിമിലാരിറ്റി കാരണം 2,4-DNP ടെസ്റ്റ് ഇത് തരുന്നില്ല. കാരണം ഗ്ലൂക്കോസിലെ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ അല്ല, സൈക്ലിക് റിങ്ങിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ഡി. അടുത്തത്, ഇത് എൻസൈമുകളും അതിൻ്റെ ആക്ടിവിറ്റിയും പറ്റിയുള്ളൊരു ചോദ്യമാണ്. NCERTയിലെ ചോദ്യം. സൈമേസ്, യൂറിയേസ്, മൾട്ടേസ്, ഇൻവെർട്ടേസ് ഉണ്ട്. ഈ എൻസൈമുകളുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് സൈമേസ് ആണ്. ഗ്ലൂക്കോസിനെ ഈഥൈൽ ആൽക്കഹോൾ ആക്കാന്നുള്ളതാണ് സൈമേസിൻ്റെ ഫംഗ്ഷൻ. ഇനി യൂറിയേസ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ യൂറിയയുടെ ഡിക്കമ്പോസിഷനാണ്. യൂറിയ എന്ന് പറയുന്നത് NHCO NH2. ഇത് ഡിക്കമ്പോസ് ചെയ്ത് അമോണിയും കാർബൺ ഡൈ ഓക്സൈഡും ആക്കുക എന്നുള്ളതാണ് അവൻ്റെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ബി കറസ്പോണ്ട്സ് ടു 4. സി മാൾട്ടേസ് എന്ന് പറയുന്നത് മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്ന ആളാണ്. ഇൻവെർട്ടേസ് എന്ന് പറയുന്നത് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ആണ് അവൻ ചെയ്യുന്നത്. ഇതെല്ലാം മാച്ചായി വരുന്നത് ഓപ്ഷൻ എ. 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ട്രാൻക്യുലൈസേഴ്സിനെ പറ്റിയുള്ള ചോദ്യമാണ്. എന്താണ് ട്രാൻക്യുലൈസർ? ന്യൂറോളജിക്കലി ആക്റ്റീവായ ഡ്രഗാണ്. ആങ്സൈറ്റി, സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കുക. ചില ആളുകൾക്ക് ഒരു വെൽബീയിങ്ങിൻ്റെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിലുണ്ടാവുന്ന നോർ അഡ്രിനാലിൻ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്തു പോകും. അത് ഡിഗ്രേഡ് ചെയ്യാതെ കുറച്ചു നേരം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ട്രാൻക്യുലൈസേഴ്സ്. ദേ ഇൻഹിബിറ്റ് ദ എൻസൈം വിച്ച് കാറ്റലൈസ് ദ ഡിഗ്രഡേഷൻ ഓഫ് നോർ അഡ്രിനാലിൻ. നോർ അഡ്രിനാലിനെ പെട്ടെന്ന് ഡിഗ്രേഡ് ചെയ്യിപ്പിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ ഫംഗ്ഷൻ ഇല്ലാതാക്കുന്നതാണ് ആരുടെ പരിപാടി? ട്രാൻക്യുലൈസർ. കറക്റ്റ് ആൻസർ. നർക്കോട്ടിക്കലി ആക്റ്റീവ് അല്ല, ന്യൂറോളജിക്കലി ആക്റ്റീവാണ്. പെയിനും ഫീവറും കുറയ്ക്കുന്നത് അനാൽജസിക്കുകളാണ്. പെയിൻ കുറയ്ക്കുന്ന ആൾ, ഫീവർ കുറയ്ക്കുന്ന ആൾ ആൻറ്റിപൈററ്റിക്. ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ്. Artificial sweetener which is stable at cooking temperature and does not provide calories. The correct option is cooking temperature stable ആയിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റേബിൾ ആവുന്നത് സുക്രലോസ് ആണ്. സുക്രലോസ്. Which of the following is not used as food preservative? ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാത്തത് ആരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബെൻസോയിക് ആസിഡ് ആണ്. ബാക്കിയെല്ലാം ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സി. 41ാമത്തെ ക്വസ്റ്റ്യൻ. എ ടെർഷറി ആൽക്കഹോൾ H upon acid catalyzed dehydration gives a product I. Ozonolysis of I leads to compound J and K.
compound J upon reaction with KOH gives benzyl alcohol, and compound L where K on reaction with KOH gives only M. നമുക്ക് നോക്കാം എന്താ പറഞ്ഞത്. ഒരു ടെർഷറി ആൽക്കഹോൾ ഉണ്ട്. ആ ടെർഷറി ആൽക്കഹോളിലേക്ക് H+ ആഡ് ചെയ്തിരിക്കുന്നു. H+ ആഡ് ചെയ്ത് ഇപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയ ഈ കോമ്പൗണ്ടിനെ അതിനെ I എന്ന് വിളിച്ചു അല്ലേ. ഈ I എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിലേക്ക് ഒസനോളിസിസ് നടത്തി, റിഡക്റ്റീവ് ഒസനോളിസിസ് J കിട്ടി. ഈ ജെയിലേക്ക് KOH പാസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ബെൻസൈൽ ആൽക്കഹോളാണ്. ബെൻസൈൽ ആൽക്കഹോൾ പ്ലസ് ആൻഡ് L. ഇതിനെ KOHുമായിട്ട് ട്രീറ്റ് ചെയ്താൽ M കിട്ടും അല്ലേ. ഇത്രയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ആദ്യത്തെ കോമ്പൗണ്ട് H ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ. കോമ്പൗണ്ട് H ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ. അതാണ് H ടെർഷറി ആൽക്കഹോളാണ്. ഈ ടെർഷറി ആൽക്കഹോൾ എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടെർഷറി ആൽക്കഹോൾ ഏതാണെന്ന് ആദ്യം തിരിച്ചറിയണം. നോക്കുക, ഈ ടെർഷറി ആൽക്കഹോൾ ഏതാണെന്ന് തിരിച്ചറിയണം ആദ്യം. ഈ ടെർഷറി ആൽക്കഹോൾ ഏതാണെന്ന് തിരിച്ചറിയണം. ടെർഷറി ആൽക്കഹോൾ ഒസനോളിസിസ് നടത്തിയിട്ടാണ് എന്തുണ്ടായത്, ബെൻസൈൽ ആൽക്കഹോൾ. KOH gives ബെൻസൈൽ ആൽക്കഹോൾ ആൻഡ് കോമ്പൗണ്ട് L വെറസ് K അല്ലേ. ഇവിടെ കോമ്പൗണ്ട് ബെൻസൈൽ ആൽക്കഹോളും എല്ലും തന്നിട്ടുണ്ട്. വെറസ് K ഓൺ റിയാക്ഷൻ വിത്ത് KOH, J ആൻഡ് കോമ്പൗണ്ട് K. ജെയും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. K റിയാക്ഷൻ KOHുമായിട്ട് ഇവിടെ ജെയും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. K ഓൺ റിയാക്ഷൻ വിത്ത് KOH ലീഡ്സ് ടു M. ഓക്കെ, ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. നമുക്ക് H ഒരു ടെർഷറി ആൽക്കഹോളാണെന്ന് മനസ്സിലായല്ലോ. ഈ ടെർഷറി ആൽക്കഹോൾ കിട്ടുന്ന റിയാക്ഷൻ ഏതായിരിക്കും നോക്കിയാൽ പോരെ. അതിൽ എല്ലാ റിയാക്ഷനും നമുക്ക് നോക്കാം. ടെർഷറി ആൽക്കഹോൾ കിട്ടുന്ന റിയാക്ഷൻ ഈ കൂട്ടത്തിൽ ഏതാണെന്ന് നോക്കണം അല്ലേ. ഇത് ബെൻസീൻ റിങ്ങിലേക്ക് ഡയറക്റ്റായിട്ട് മെഗ്നീഷ്യം ബ്രോമൈഡാണ്. ഇത് ബെൻസാൾഡിഹൈഡാണ്. ഇത് കീറ്റോണാണ്. ഇതും ബെൻസാൾഡിഹൈഡാണ്. ഇതും ബെൻസാൾഡിഹൈഡാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് കിട്ടുന്നത് ടെർഷറി ആൽക്കഹോൾ അല്ലേ. അപ്പോൾ ഇവിടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ CH2 ആയിരിക്കില്ലേ ഇവിടെ വന്ന് കയറുക. അപ്പോഴും ഒരു കാർബൺ 2 കാർബൺ സെക്കൻഡറി അല്ലേ കിട്ടുക. നമുക്ക് ടെർഷറി കിട്ടണ്ടേ. അപ്പോൾ ഇവനെ ട്രീറ്റ് ചെയ്യണ്ടേ. ഇവൻ്റെ പ്രത്യേകത എന്താ? ഇത് ബെൻസാൾഡിഹൈഡാണ്. അടുത്തത് എന്താണ്? അപ്പോൾ ഇത് ബെൻസാൾഡിഹൈഡാണ്. ഈ ബെൻസാൾഡിഹൈഡിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഇവിടെ ഒരു ബെൻസീൻ റിങ്, ഇവിടെ ഒരു C, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു H, ഇവിടെ MgBr അല്ലേ. ഇനി എന്താ ഉണ്ടാവുക ഇതിൽ? ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവാൻ സാധ്യത? ടെർഷറി ആൽക്കഹോൾ ഉണ്ടാവും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MgBrഉം ഇവിടുന്ന് നമ്മൾ ഈ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ബെൻസീൻ റിങ് ഉണ്ട്, അതിന് ഫിനൈലിന് എഴുതുന്നുണ്ട് കേട്ടോ, ഇവിടെ C. ഇനി ഇതിലേക്ക് ഒരു CH2 ഫിനൈൽ റിങ് വരും അല്ലേ. ഈ Oൻ്റെ കൂടെ H കയറും, ഇവിടെ ഒരു CH3 കൂടി വരും. അപ്പോഴാണ് ഇവിടെ എന്ത് കിട്ടുന്നത്? ഒരു ടെർഷറി ആൽക്കഹോൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാ? D. ഓക്കെ, അടുത്തത് ഓപ്ഷൻ D ആണേ. When J is treated with acetic anhydride in presence of corresponding salt of an acid, the product obtained is എന്താ? C6H5CHO എന്ന് പറയുന്ന ബെൻസാൾഡിഹൈഡിനെ എടുത്ത് നിങ്ങൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? അസറ്റിക് അൻഹൈഡ്രൈഡ്. ഓ, പിന്നെ C ബോണ്ടോ CH3 അല്ലേ. ഈ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസോയിങ് കണ്ടൻസേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ C6H5 CH ബോണ്ട് CH COOH. ഇതിന് വിളിക്കുന്ന പേരാണ് ക്രോട്ടോണിക് ആസിഡ്. ബെൻസോയിങ് കണ്ടൻസേഷൻ ആണ്. ഓക്കെ, ഈ സ്ട്രക്ചർ ഓഫ് J, K ആൻഡ് L റെസ്പെക്റ്റീവ്ലി. ഈ
ജെ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ തെർഷറി ആൽക്കഹോളിനെ എടുത്തു. നമ്മളിവിടെ ചെയ്തത് എന്തൊക്കെയാണ്? തെർഷറി ആൽക്കഹോളിനെ എടുത്തു. ആ തെർഷറി ആൽക്കഹോളിനെ എടുത്ത് എന്ത് ചെയ്തു? ഹൈഡ്രോളിസിസ് നടത്തി അല്ലേ? അപ്പോൾ വാട്ടർ എലിമിനേറ്റഡ് ആയി. ഈ കിട്ടിയ ആൽക്കീനിലേക്ക് ഒസനോളിസിസ് നടത്തി അല്ലേ? ഒസനോളിസിസ് നടത്തി. ഈ കിട്ടിയ ആൽക്കീൻ എന്ന് പറയുന്ന ആളുടെ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതിനെ ഒസനോളിസിസ് നടത്തി. ഒസനോളിസിസ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ഒസനോളിസിസ് നടത്തി റിഡക്റ്റീവ് ഒസനോളിസിസാണ് നടത്തിയത്. അപ്പോൾ ജെ കിട്ടി. ജെയുടെ കൂടെ ജെ കിട്ടിയിട്ടുണ്ട്. പിന്നെന്താ കിട്ടിയതെന്ന് പറഞ്ഞത്? ജെ ആൻഡ് കെ. ജെയും കിട്ടി, കെയും കിട്ടി. ജെയും കിട്ടി, കെയും കിട്ടി അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ജെയും കിട്ടി, കെയും കിട്ടി. ഈ ജെയിലേക്ക് എന്ത് പാസ് ചെയ്തു? KOH പാസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് ബെൻസൈൽ ആൽക്കഹോൾ പ്ലസ് L. ഈ കെയിലേക്ക് KOH പാസ് ചെയ്തപ്പോൾ M കിട്ടി. ഓക്കെ, എന്തായാലും എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കുന്നത് നോക്കാം. തെർഷറി ആൽക്കഹോളിലേക്ക് I ഏതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. എന്താ നമുക്ക് I കിട്ടിയ സാധനം C∪C. ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ്, ഇവിടെ ഫിനൈൽ ഗ്രൂപ്പ്, ഇവിടെ H, ഇവിടെ CH3. ഇതിലേക്കാണ് നിങ്ങൾ എന്ത് നടത്തിയത്? ഒസനോളിസിസ് നടത്തിയത് അല്ലേ? ഒസനോളിസിസ് നടത്തിയ പ്രൊഡക്റ്റിനെ എഴുതാൻ വളരെ എളുപ്പമാണ്. മുകളിലോട്ടൊരു O കൊടുക്കുക, താഴോട്ടൊരു O കൊടുക്കുക. ഇനി ഇവരെ ചേർത്തൊരു പ്രൊഡക്റ്റ് എഴുതുക. ഇനി മറ്റേ പ്രൊഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്നിച്ച് ചേർക്കുക. ബാക്കിയുള്ളൊരു പൂവും സിങ്ക് ഓക്സൈഡ് പൂവായിരിക്കും. അപ്പോൾ കിട്ടുന്ന സാധനം എന്തായിരിക്കും? ഒരു ഫിനൈൽ റിങ്, ഇവിടെ ഒരു C∪H ബെൻസാൽഡിഹൈഡ്. ഇവിടെയും കിട്ടുന്നത് എന്താ? ഇവിടെ കിട്ടുന്നത് ഫിനൈൽ റിങ് ഉണ്ട്, ഇവിടെ C ഉണ്ട്, ∪O ഉണ്ട്, CH3 ഉണ്ട്, ഇത് അസറ്റോഫിനോൺ. ഇങ്ങനെ രണ്ടുപേരെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഒസനോളിസിസ് നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ നടത്തുന്നത്? ജെയും കിട്ടി, കെയും കിട്ടി അല്ലേ? ജെയിലേക്ക് KOH പാസ് ചെയ്താൽ ബെൻസൈൽ ആൽക്കഹോൾ കിട്ടും. ജെയിലേക്ക് KOH പാസ് ചെയ്താൽ ബെൻസൈൽ ആൽക്കഹോൾ കിട്ടും അല്ലേ? ജെയിലേക്ക് KOH പാസ് ചെയ്താൽ ബെൻസൈൽ ആൽക്കഹോൾ കിട്ടും എന്ന് പറയുമ്പോൾ ഇത് ജെ ആണ്. ഇതിൽ KOH പാസ് ചെയ്യുന്നു, ബെൻസാൽഡിഹൈഡ് ആണ്. കാനിസാറോ റിയാക്ഷൻ നടക്കും. കാനിസാറോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഡിഹൈഡിന് സെൽഫ് ആൽഡിഹൈഡിന് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുക. അതായത് ഇത് CH2OH എന്ന് പറഞ്ഞ ബെൻസൈൽ ആൽക്കഹോളും അതേപോലെ പൊട്ടാസ്യം സാൾട്ടും ഉണ്ടാക്കും അല്ലേ? ഇനി അടുത്തത് ഇവിടെ ഉണ്ടായ ഈ അസറ്റോഫിനോൺ എന്ന് പറയുന്നത് M ആണ്. ഈ എമ്മിന് എന്താ സംഭവിച്ചത്? എമ്മിലേക്ക് കെയിലേക്ക് എന്ത് പാസ് ചെയ്തു? അത് K ആണ്. കെയിലേക്കും KOH പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ? കെയിലേക്ക് KOH പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക? കെയിലേക്ക് KOH പാസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ഇതിലും ഇത് C∪O CH3 ഫിനൈൽ ഗ്രൂപ്പാണ്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആളാണ്. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുമായിരിക്കും. അപ്പോൾ കിട്ടുന്ന J, K ആൻഡ് L ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എമ്മിലേക്കൊന്നും നമ്മൾ പോകണ്ട. ജെയും കെയും എല്ലും അല്ലേ ചോദിച്ചത്. അപ്പോൾ J എന്ന് പറയുന്നത് ആരാ? J എന്ന് പറയുന്നത് ഏത് പ്രൊഡക്റ്റാ? ഒസനോളിസിസ് നടത്തിയിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് അല്ലേ? അത് ഇതല്ലേ? അപ്പോൾ ബെൻസീൻ റിങ് CHO, ദിസ് ഇസ് J, ദാറ്റ് ഈസ് BHCHO. അതാണ് J. ഇനി K ഏതാണ്? PHCO CH3, ദിസ് ഇസ് K അല്ലേ? ഇനി അതിന് ഓക്സിഡേഷൻ നടത്തിയ കൂടി അതിൽ എഴുതാൻ പറ്റും എല്ലായിട്ട് PHCOOK. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ്. ഓക്കെ, which of the following statement is correct for compound K? കോമ്പൗണ്ട് Kക്ക് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാ K ഉണ്ടാവുന്ന റിയാക്ഷൻ? K ഉണ്ടാവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ? K ഉണ്ടായിരിക്കുന്നത് K ഓൺ റിയാക്ഷൻ വിത്ത് KOH gives only M. അതായത് K എന്ന് പറയുന്നത് എന്തായിരുന്നു? K എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അസറ്റോഫിനോൺ ആണ്. K എന്ന് പറയുന്നത് അസറ്റോഫിനോൺ ആണ് അല്ലേ? അസറ്റോഫിനോൺ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ് C∪O CH3. KMNO4 ആൽക്കലൈൻ KMNO4ൻ്റെ പ്രസൻസിൽ
ഇതിനെ അസിഡിക് ഹൈഡ്രോളിസിസ് കൂടി ചെയ്താൽ എന്താ ഉണ്ടാവുക? ഇത് ബെൻസോയിക് ആസിഡ് ആവും. ഓപ്ഷൻ എ. അടുത്തത്, എ കോമ്പൗണ്ട് എക്സ് കണ്ടെയ്നിങ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈസ് അൺറിയാക്റ്റീവ് ടുവേർഡ്സ് സോഡിയം. അല്ലേ, കോമ്പൗണ്ട് എക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അവൻ സോഡിയം വെച്ച് റിയാക്ട് ചെയ്യിപ്പിച്ചു, അപ്പോൾ അൺറിയാക്റ്റീവ് ആണ്, നോ റിയാക്ഷൻ. ആസിഡൊക്കെ ആയിരുന്നു എങ്കിൽ അവൻ റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, സോ എക്സ് എന്തല്ല, ആസിഡും അല്ല ആൽക്കഹോളും അല്ല. സോ ഇറ്റ് കാൺ ബി ആസിഡ് ആൻഡ് ആൽക്കഹോൾ. ഇനി എന്താ പറഞ്ഞത്? ഇറ്റ് ഓൾസോ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഷിഫ്റ്റ്സ് റിയേജൻറ്റ്. ഷിഫ്റ്റ്സ് റിയേജൻ്റ് ആയിട്ട് റിയാക്ഷൻ ഇല്ല, നോ റിയാക്ഷൻ. ആൽഡിഹൈഡോ കീറ്റോണോ ആണെങ്കിൽ അത് റിയാക്ട് ചെയ്തേനെ. അപ്പോൾ അതെന്തും അല്ല, ആൽഡിഹൈഡും അല്ല കീറ്റോണും അല്ല, അല്ലേ. ബ്രോമിനുമായിട്ടും നോ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ? ഓൺ റിഫ്ലക്സിങ് വിത്ത് ആൻ എക്സസ് ഓഫ് HI, എക്സ് ഈൽസ് ഓൺലി വൺ പ്രൊഡക്റ്റ്. ഇനി HIയുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ, എക്സിനെ HIയുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ ഓൺലി വൺ പ്രൊഡക്റ്റാണ്. അതിനർത്ഥം അത് ഒരു സിമ്മട്രിക്കലായ ഈതർ ആയിരിക്കാം. ഈതറിനാണ് HIയുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പറയാറ്, അല്ലേ. സിമ്മട്രിക്കൽ ഈതർ ആവാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി എന്താ? അത് ഈതർ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താ? ദ IUPAC നെയിം ഓഫ് ദ ആസിഡ് ഫോംഡ്, അല്ലേ. IUPAC നെയിം ഓഫ് ദ ആസിഡ് ഫോംഡ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ആൾ എന്താവാനാ സാധ്യത? സിമ്മട്രിക്കലായ ഈതറാണ്, അല്ലേ. ഇനി അടുത്തത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സിമ്മട്രിക്കൽ ഈതർ Y yields on hydrolysis, Y yields, X yields only one product ആണ്. ആ Yനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഒരു കോമ്പൗണ്ട് Z ഉണ്ടാവുന്നു. അതിനെ വീണ്ടും Y ആക്കാൻ റെഡ് ഫോസ്ഫറസ് ബാർ അയോഡിൻ വെച്ചാൽ മതി. ദ കോമ്പൗണ്ട് Z ഓൺ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഗിവ്സ് എ കാർബോക്സിലിക് ആസിഡ്. സെഡിനെ ഓക്സിഡൈസ് ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ഇക്വലൻ വെയിറ്റ് ഓഫ് ആസിഡ് ഈസ് എത്രയാ? 60. ഇക്വലൻ വെയിറ്റ് ഓഫ് ആസിഡ് ഈസ് 60. ഓക്കെ. ഇനി നോക്കുക, നമുക്കറിയാം ഇവിടെ എക്സ് ഉണ്ട്. എക്സ് എന്ത് ചെയ്തിരിക്കുക? HIയുമായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ Y കിട്ടി. അത് എന്താവാം? ഇത് ഈതർ ആയിരിക്കാം. ഈതറിനെ ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും Y കിട്ടിയിട്ടുണ്ടാവുക. ഒരേ പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്, ഒരൊറ്റ പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത്. സിമ്മട്രിക്കൽ ഈതർ ആയിരിക്കും. സോറി, ഇവിടെ കിട്ടിയിരിക്കുന്ന Y ഒരു സിമ്മട്രിക്കൽ ഈതർ ആയിരിക്കാം. സിമ്മട്രിക്കൽ ഈതർ. സിമ്മട്രിക്കൽ ഈതർ HIയുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഇത് സിമ്മട്രിക്കൽ ഈതർ, സോറി, സിമ്മട്രിക്കൽ ഈതർ. ഇത് HIയുമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ കിട്ടിയ ഈ Yനെ ഹൈഡ്രോളിസിസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നാണ് പറഞ്ഞത്? Z കിട്ടി എന്നല്ലേ പറഞ്ഞത്. ഈ Z എന്ന് പറയുന്നതിനെ, Z ഹൈഡ്രോളിസിസ് ഗിവ്സ് Z, അതിനെ അയോഡിൻ ബാർ ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ് ട്രീറ്റ് ചെയ്തപ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് കിട്ടി? ഈ Y തന്നെ കിട്ടി. ഇനി ഈ Z-നെ KMnO4 വെച്ച് ഓക്സിഡേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കാർബോക്സിലിക് ആസിഡാണ്. അതിൻ്റെ ഇക്വലൻ വെയിറ്റ് 60 ആണ്. വെയിറ്റ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എത്രയാ? വെയിറ്റ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് 45 ആയിരിക്കും. 12 + 32 + 1 45, അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ വെയിറ്റ് 60 ആണെങ്കിൽ കാർബോക്സിലിക് ആസിഡിൻ്റെ ഇക്വലൻ വെയിറ്റ് മോളിക്കുലാർ മാസ് ബൈ എൻ ഫാക്ടർ, മോളിക്കുലാർ മാസ് ബൈ എൻ ഫാക്ടർ 1. ദെർഫോർ ഇവിടെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കാം? 60 ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ടോട്ടൽ മോളിക്കുലാർ മാസ് 60, അതിൽ കാർബോക്സിലിക് ആസിഡിലെ 45 പോയാൽ ബാക്കി 60 - 45 15.
അപ്പോൾ പിന്നെ അത് ആരാവാനേ സാധ്യതയുള്ളൂ? CH3. കാരണം ഇത് 12 + 3 15 അല്ലേ? അപ്പോൾ ഇത് ഏത് ആസിഡ് ആവാനാ സാധ്യത? CH3COH, എത്തനോയിക് ആസിഡ്. ഇനി ദ കോമ്പൗണ്ട് Y ഈസ്, ഇത് എത്തനോയിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ, ഇത് എത്തനോയിക് ആസിഡ് ആവണമെങ്കിൽ ഈ എത്തനോയിക് ആസിഡിനെ തരുന്നത് ആരായിരിക്കും? Z എന്ന് പറയുന്നത് ആരായിരിക്കും? Z എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണെങ്കിൽ എത്തനോൾ ഉണ്ടാവണം അല്ലേ? അല്ലേ? ഈ എത്തനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവാൻ ഇവിടെ എന്തിൻ്റെ ഹൈഡ്രോളിസിസ് ആയിരിക്കണം? ഈഥൈൽ അയഡൈഡിൻ്റെ ഹൈഡ്രോളിസിസ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈഥൈൽ അയഡൈഡ് അല്ലേ ഉണ്ടായിട്ടുണ്ടാവുക. ഇനി കോമ്പൗണ്ട് എക്സ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ആൻ എക്സസ് ഓഫ് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. നിങ്ങൾക്കറിയാം കോമ്പൗണ്ട് എക്സ് ഏതാണ്? ഈതറാണ്. ഏത് ഈതറായിരിക്കും? സിമെട്രിക്കലായ C2H5O, C2H5. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? എക്സസ് ക്ലോറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ പെർക്ലോറോ ഡൈ ഈഥൈൽ ഈതർ ഉണ്ടാവും. പെർക്ലോറോ ഡൈ ഈഥൈൽ ഈതർ. ഓക്കെ. കോമ്പൗണ്ട് സെഡ് ഏതാണ്? കോമ്പൗണ്ട് സെഡ് നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുക, സെഡ് ഏതാണ്? സെഡ് ഈസ് എത്തനോൾ. അപ്പോൾ ഇത്രയായിരുന്നു ഇതിലെ ക്വസ്റ്റ്യൻസ്. ഇത്തിരി ടൈറ്റൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവസാനത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.